ഏത് രാജ്യങ്ങളുടെയും ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു ഹോബിയാണ് എന്ന് കരുതണം. മുൻപ് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും തുടർ സംഘർഷങ്ങളും അരങ്ങേറിയപ്പോൾ അതിൽ ഇടപെട്ട് ഇന്ത്യക്കും പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകിയെന്ന് അവകാശപ്പെട്ട് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഇറാനിലെ വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിലേക്കാണ് ട്രംപ് നുഴഞ്ഞു കയറിയിരിക്കുന്നത്. നുഴഞ്ഞു കയറുക മാത്രമല്ല, പ്രക്ഷോഭം അടിച്ചമർത്താൻ നോക്കിയാൽ പ്രതിഷേധക്കാരെ രക്ഷിക്കാൻ അമേരിക്ക രംഗത്തിറങ്ങുമെന്ന് ഇറാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകുക കൂടി ചെയ്തിട്ടുണ്ട് ട്രംപ്. പക്ഷേ ഇടപെടുന്നതൊക്കെ സൂക്ഷിച്ചു വേണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയും ട്രംപിന് താക്കീത് ചെയ്തു. ഒരാഴ്ചയായി ഇറാനിൽ നടക്കുന്ന വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അടക്കം 8 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. കഴിഞ്ഞ ദിവസം തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ചെറുകുറിപ്പ് പോസ്റ്റ് ചെയ്തത്. ഇറാനിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കരുത് എന്നാണ് മുന്നറിയിപ്പ്. ഇത്തരത്തിൽ പ്രക്ഷോഭകാരികൾക്ക് നേരെ അക്രമമോ വെടിവയ്പോ ഉണ്ടായാൽ അവിടെ അമേരിക്ക അവരുടെ രക്ഷയ്ക്കെത്തുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ മുന്നറിയിപ്പ് നൽകി. സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 7 പേർ കൊല്ലപ്പെട്ടതായുള്ള വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇറാനെ ഭീഷണിപ്പെടുത്തി ട്രംപിന്റെ സമൂഹ മാധ്യമ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് എന്നും ആക്ഷൻ എടുത്തിട്ടില്ല എന്നും ട്രംപിന്റെ മുന്നറിയിപ്പ് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ US സേന സുസജ്ജമാണ് എന്നും ഏത് സമയത്തും ഇടപെടലിന് തയ്യാറാണ് എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ട്രംപിന്റെ മുന്നറിയിപ്പ് പോസ്റ്റിന് അതേ നാണയത്തിലും ശക്തിയിലും മറുപടി പറഞ്ഞാണ് ഇറാന്റെ സുപ്രീം ലീഡറായ ആയത്തുള്ള അലി ഖമനേയി രംഗത്തെത്തിയത്. ഇറാന്റെ കാര്യത്തിൽ ഇടപെടുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അല്പം സൂക്ഷിച്ചു വേണമെന്നാണ് ഖമനേയി ട്രംപിന്റെ മുന്നറിയിപ്പിനോട് പ്രതികരിച്ചത്. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് മേഖലയെ അസ്ഥിരപ്പെടുത്തുമെന്നും അമേരിക്കൻ താൽപര്യങ്ങളെ ഇല്ലാതാക്കുമെന്നും ട്രംപ് മനസ്സിലാക്കണമെന്ന് ഖമനേയിയുടെ ഉപദേശകനായ അലി ലാരിജാനിയും പറഞ്ഞു. അതേസമയം പ്രതിഷേധക്കാരിൽ ചിലർ അമേരിക്കൻ ഇടപെടലിനെ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും വാക്കുകൾ ഇറാനിയൻ സുരക്ഷാ സേനയെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രക്ഷോഭ രംഗത്തുള്ള ഒരു സ്ത്രീ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിഷേധക്കാർ വർഷങ്ങളായി അമേരിക്കൻ ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് കാരണമായി സമരരംഗത്തുള്ള വനിത പറഞ്ഞത്, ട്രംപ് പറഞ്ഞത് ചെയ്യുന്നയാളാണ് എന്ന് ഇറാൻ സേനയ്ക്ക് അറിയാമെന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും അവർക്ക് അറിയാമെന്നാണ് ആ സ്ത്രീ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇറാനിൽ വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചത്. പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഇറാനിൽ കറൻസി മൂല്യം കുത്തനെ ഇടിഞ്ഞതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കഴിഞ്ഞ 1 വർഷത്തോളമായി ഇറാൻ കറൻസിയുടെ മൂല്യം ഗണ്യമായി കുറയുകയാണ്. പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് കറൻസി മൂല്യം ഇടിയുകയും വിലക്കയറ്റം രൂക്ഷമാകുകയും ചെയ്തത്. ഡിസംബറിൽ നാണ്യപ്പെരുപ്പ് 42.5% ഉയർന്നു. ഇതോടെ ഭക്ഷണത്തിനും വീട്ടു സാധനങ്ങൾക്കും തീവിലയായി. ഡിസംബർ 28-ന് കടകളടച്ച വ്യാപാരികളാണ് പ്രതിഷേധത്തിന് ആദ്യം തുടക്കമിട്ടത്. പിന്നാലെ വിദ്യാർത്ഥികളും തെരുവിലിറങ്ങിയതോടെ പ്രക്ഷോഭം രാജ്യവ്യാപകമായി പടർന്നു. നിലവിൽ 40% മേലെയാണ് ഇറാനിലെ പണപ്പെരുപ്പം. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായ അമേരിക്കൻ ഉപരോധവും പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധവും പ്രാദേശിക സംഘർഷങ്ങളുമെല്ലാം ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ 12 ദിവസം നീണ്ട ഇസ്രായേൽ ആക്രമണവും ഇറാന്റെ സാമ്പത്തിക സ്ഥിതി വഷളാക്കി. അന്നത്തെ ആക്രമണത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർന്നിരുന്നു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായുള്ള ആക്രമണത്തിലാണ് ആണവ കേന്ദ്രങ്ങൾ തകരുകയും ആണവ ശാസ്ത്രജ്ഞർ അടക്കം കൊല്ലപ്പെടുകയും ചെയ്തത്. ഇതിനുശേഷം ഇറാൻ വീണ്ടും തകർന്ന ആണവ കേന്ദ്രങ്ങൾ പുനരുദ്ധരിക്കുകയാണ് എന്ന വാർത്ത പരന്നിരുന്നു. അത് അമേരിക്കയെയും ഇസ്രായേലിനെയും അസ്വസ്ഥമാക്കി. കഴിഞ്ഞ ദിവസം ട്രംപും നെതന്യാഹുവും ഫ്ലോറിഡയിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോഴും ഇറാനെ ആക്രമിക്കുന്നതായിരുന്നു മുഖ്യ അജണ്ട. അതേസമയം ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ പാശ്ചാത്യ സമൂഹവും ഉപരോധവുമായി രംഗത്തെത്തിയിരുന്നു. ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്ന ഈ 3 രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധം കാര്യമായി തന്നെ ഇറാനെ ബാധിച്ചു. അതോടൊപ്പം UN-ന്റെ ഉപരോധം കൂടിയായതോടെ ഇറാൻ അക്ഷരാർത്ഥത്തിൽ കെണിയിലായി. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭത്തിൽ ഇടപെടാൻ അമേരിക്കയ്ക്ക് ധാരാളം വഴികളുണ്ട്. സൈനികമായി അല്ലാതെ തന്നെ രഹസ്യമായി ഇറാനെതിരെ നീക്കങ്ങൾ നടത്താം. സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കുന്നതാണ് അതിലൊന്ന്. ഒപ്പം ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും ഇറാൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കാൻ സാധിക്കും. ഇത് ഇറാന്റെ സാമ്പത്തിക രംഗം കൂടുതൽ വഷളാക്കും. അതോടൊപ്പം സൈബർ ഓപ്പറേഷൻ പോലുള്ള രഹസ്യ നടപടികളും സ്വീകരിക്കാം. എന്തായാലും ഏത് രീതിയിലാണ് ഇറാൻ പ്രതിഷേധത്തെ നേരിടുന്നത് എന്നും അതിനു പകരമായി അമേരിക്കൻ ഇടപെടൽ ഏത് രീതിയിലായിരിക്കുമെന്നും അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുകയാണ്.